ശാലോം TV ഒരുക്കുന്ന രണ്ടാം വരവ് ഈ പ്രബോധന പരമ്പരയുടെ 9ാമത്തെ പഠന പരമ്പരയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വളരെ വിസ്മയനീയമായ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമില്ലാതെ ഞങ്ങൾക്കിത് മനസ്സിലാവില്ല. നമുക്ക് ആഴമായി പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റെല്ലാ ചിന്തകളിൽ നിന്നും വിട്ട് നമ്മളിത് TV-യിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വെച്ച് പൂർണ്ണമായ കോൺസെൻട്രേഷനിലേക്ക് ഒരുങ്ങിക്കൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്നേഹമുള്ളവരെയും, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കി രണ്ടാം വരവിൽ നടക്കുന്ന ഏറ്റവും പ്രധാന ഒരു കാര്യം മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയും ജീവിച്ചിരിക്കുന്ന എല്ലാവരും രൂപാന്തരപ്പെട്ട് വാനമേഘങ്ങളിലൂടെ ഉയർന്ന് ദൈവസന്നിധിയിലേക്ക് വരും എന്നുള്ളതാണ്. അതിൽ മരിച്ചവരുടെ ഉയർപ്പ് എന്താണെന്നുള്ളത് നമ്മൾക്കിപ്പോൾ മനസ്സിലായി. ആ മരിച്ചവരുടെ ഉയർപ്പ് ഇപ്പോൾ തന്നെ നമ്മൾ മുൻകൂർ അനുഭവിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത് എന്നും മനസ്സിലായി. ഇനി ഈ സമയത്ത് നടക്കാൻ പോകുന്ന മറ്റു കാര്യങ്ങളെല്ലാം ഈ മരിച്ചവരുടെ ഉയർപ്പ് കഴിയുന്നതോടെ കർത്താവ് വാനമേഘങ്ങളിൽ ആഗതനാകും, മാലാഖമാരുടെ അകമ്പടിയോടെ വരും. എന്നാൽ അതിനു മുൻപായിട്ട് സഭ, വിശ്വാസം, സമൂഹം മുഴുവനും വളരെ പ്രധാനപ്പെട്ട ഒരു അന്തിമ പീഡനത്തിലൂടെ കടന്നു പോകും. വളരെയധികം ചിഹ്നങ്ങളും അടയാളങ്ങളെല്ലാം ഉണ്ടാകും. പലപ്പോഴും അങ്ങനെ ഉള്ള അടയാളങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ ലോകം അവസാനിക്കുമെന്ന് പറയുകയും പ്രവചിക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ലോകം അവസാനിച്ചില്ല? അതിൽ മനസ്സിലാക്കേണ്ടത് ലോകാവസാനം എന്ന് പറഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ ലോകം എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്, ഈശോ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒന്നാണ്, ഈ ലോകാവസാനത്തിന് മുമ്പ് സംഭവിക്കേണ്ട വലിയൊരു കാര്യം എന്താണ്? രാജ്യത്തിൻ്റെ ഈ സുവിശേഷം. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനമാണ്. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യമാഗതമാകുകയുള്ളൂ. ഇത് വലിയൊരു കാൽക്കുലേഷനാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇത് സംഭവിക്കുന്നതെന്ന് പിതാവിന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അതേ സമയത്ത് ഈശോ പറയുകയാണ്, ഒരു സൂചന തരികയാണ്, ഈ രക്ഷാകര പദ്ധതിയിലൂടെ യേശു നേടിയെടുത്ത പാപമോചനത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും വീണ്ടെടുക്കലിൻ്റെയും കരുണയുടെയുമായ ഈ സുവിശേഷം ലോക
ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടും. ഇത് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്നേഹമുള്ളവരെ എന്നോട് ക്ഷമിക്കണം, ഇതുവരെയും നമ്മൾ പഴയ നിയമമാണ് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. 10 കൽപ്പനകളും അതനുസരിച്ചില്ലെങ്കിലുള്ള ശിക്ഷയും. പുതിയ നിയമത്തിൽ നമ്മൾ വന്നിട്ടില്ല. ഇപ്പോൾ പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് ഇപ്പോൾ ഈ വർഷം കരുണയുടെ വർഷമായിട്ട് ആഘോഷിക്കുമ്പോഴല്ലേ നമ്മൾ മനസ്സിലാവുന്നത് കർത്താവ് വന്നിരിക്കുന്നത് പാപികളോട് കരുണ കാണിക്കാനാണെന്നും പാപിയെ എടുത്ത് തോളിലേറ്റി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അതാണ് ഈശോ പറയുന്നത്, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം. പാപിയെ ശിക്ഷിക്കുന്നത് സുവിശേഷമല്ല, പാപിയെ കല്ലെറിയുന്നത് സുവിശേഷമല്ല. ആ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. എങ്കിലും നമ്മളിപ്പോൾ ആരംഭിക്കുന്നേ ഉള്ളൂ സുവിശേഷം. 2000 വർഷമായിട്ടും നമ്മളിപ്പോൾ യഥാർത്ഥ സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും ധാരാളം വർഷങ്ങൾ എടുക്കുമായിരിക്കും. അപ്പോൾ ലോകം അവസാനിക്കണമെങ്കിൽ, ഈശോയുടെ വീണ്ടും വരവ് ത്വരിതപ്പെടണമെങ്കിൽ പ്രധാനമായിട്ടുണ്ടാകേണ്ടത് സുവിശേഷം എന്താണെന്ന് അറിയുകയും ആ സുവിശേഷം നമ്മൾ അനുഭവിക്കുകയും ആ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കുകയും ചെയ്യണം എന്നത് ഒരു വാസ്തവമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആ ലോകമൊഴിയുന്ന ചൈനക്കാരും റഷ്യക്കാരും പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ഇവരെല്ലാവരും യേശുവിനെ അറിയും. ഇത് വിശ്വസിക്കുന്നുവോ? ഇത് വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു ദിവസം ഈ ലോകം മുഴുവനുമുള്ള ആളുകൾ ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തും, ഞങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ജീസസ് ഈസ് ലോർഡ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ലോക സുവിശേഷവൽക്കരണം. അതാണ് ടെലിവിഷൻ ചാനലുകളിലൂടെയും മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെയും എല്ലാ ജാതി മതസ്ഥരോടും ഈ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും ഇപ്പോൾ കേരളത്തിൽ 25% ക്രിസ്ത്യാനികളാണ്. 25% ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യാനി മറ്റ് 3 പേരോട് കരുണയുടെ സുവിശേഷം അറിയിക്കുകയാണെങ്കിൽ കേരളം മുഴുവനും സുവിശേഷവൽക്കരിക്കപ്പെടും. എന്ന പോലെ ലോകം മുഴുവനും ഈ സുവിശേഷം അറിഞ്ഞു കഴിയുമ്പോഴാണ് ലോക അവസാനം തന്നെ ആയിക്കഴിഞ്ഞപ്പോൾ ദൈവരാജ്യത്തിൻ്റെ നേരെ വിപരീതമാണ്, ഓപ്പോസിറ്റ് സൈഡാണ് ലോകം. ദൈവരാജ്യം എന്നത്, നിത്യജീവൻ എന്നത് എന്താണ്? ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവനെങ്കിൽ, ലോകം എന്നത് ഏകസത്യദൈവമായ അങ്ങയെ അറിയാത്തതും കല്ലിനെയും മരത്തിനെയും ആരാധിക്കുന്നു. അതാണ് അന്ധകാരത്തിലിരുന്ന ജനം എന്ന് പറയുന്നത്. ഒരു അജ്ഞതയാണത്. ഏകസത്യദൈവമായ അങ്ങയെ അറിയാത്ത അവസ്ഥ. അവിടെ നിന്ന് അയച്ച യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി അവതരിച്ച് പാടുകഴിച്ച് രക്തമൊഴുക്കി രക്ഷ നേടിക്കഴിഞ്ഞിട്ടും ആ യേശുവിലൂടെ വന്ന രക്ഷയെ അറിയാത്ത അവസ്ഥ. അതാണ് ലോകം. എന്നാൽ മറുവശത്ത് ദൈവത്തിൻ്റെ ജ്ഞാനം സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ലോകം മുഴുവനും നിറയും. ലോകം മുഴുവനും സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയുമ്പോൾ വാസ്തവത്തിൽ ലോകം അവസാനിച്ചു. അതായത് ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ അവസാനിച്ചു. നിത്യജീവൻ എന്നത് ഏകസത്യ ദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവാണ്. ആ അറിവില്ലാത്ത ഈ ലോകത്തിൽ ഈ അറിവ് വന്നു കഴിയുമ്പോൾ തന്നെ ലോക അവസാനം ആയി. ഇനി അതിൻ്റെ മറ്റൊരു വശം, അങ്ങനെ ലോകം മുഴുവനുമുള്ള ആളുകൾ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകാനിരിക്കുന്ന അവസാനത്തെ ഒരു പരീക്ഷയാണ്. പരീക്ഷ എന്ന് പറയുമ്പോൾ
നമുക്ക് നല്ല സുപരിചിതമാണ് പരീക്ഷ എന്ന് പറയുമ്പോൾ. അതോർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. 10ാം ക്ലാസ്സിലെ പരീക്ഷ എന്ത് സംഭവിച്ചു? പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ നമ്മൾ പാസ്സായപ്പോൾ നമുക്ക് പ്രൊമോഷൻ കിട്ടി എന്ന പോലെയാണ് പരീക്ഷ. എന്തിനാണ് പരീക്ഷ? നമ്മളെ വേദനിപ്പിക്കാനോ പീഡിപ്പിക്കാനോ അല്ല പരീക്ഷയുടെ പ്രധാന ലക്ഷ്യം. ആ വേദനയിലൂടെയും പീഡനത്തിലൂടെയും നമ്മളെ കടത്തിക്കൊണ്ട് വരുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ശക്തി തരികയും നമ്മളെ തലമുടിതാര് പോലും നശിക്കാതെ നമ്മളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിജയ പതാകയാണ് പരീക്ഷയുടെ ലക്ഷ്യം. കർത്താവ് തൻ്റെ രക്തം കൊടുത്ത് നേടിയ സകല ജനങ്ങളെയും വീണ്ടും നാശത്തിലേക്ക് നയിക്കാനല്ലല്ലോ പരീക്ഷ. കർത്താവ് പിശാചിൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ച മനുഷ്യനെ വീണ്ടും പിശാചിന് വിട്ടുകൊടുക്കുമോ? ഒരിക്കലുമില്ല. മനസ്സിലാക്കണം, കർത്താവ് വെറുതെ അല്ല നമ്മളെ പിശാചിൻ്റെയും പാപത്തിൽ നിന്ന് നേടിയത്. തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് നേടിയ ഈ സഭയെ, ഈ ജനതയെ ഇനി പിശാചിനോ പിശാചിൻ്റെതായ ലൗകികതയ്ക്കോ ലോകത്തിനോ ലോകമോഹത്തിനോ വിട്ടുകൊടുക്കില്ല. അത് സീൽ ചെയ്ത് ഉറപ്പിക്കുന്നതാണ് പരീക്ഷ. 10ാം ക്ലാസ്സിൽ കോഴ്സ് കംപ്ലീറ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുമോ? നമ്മൾ ചിലർ ചോദിക്കരുത്, നീ എന്തോരം പഠിച്ചിട്ടുണ്ട്? കോഴ്സ് കംപ്ലീറ്റാ എന്ന് പറഞ്ഞാൽ മനസ്സിലായി പാസ്സായിട്ടില്ല എന്ന്. നമ്മൾ അങ്ങനെ വെറും കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ബൈബിൾ മുഴുവനും കാണാപ്പാഠം പഠിച്ചാലും പോരാ, നമ്മൾ പരീക്ഷയിൽ ജയിച്ചവരാകണം. അങ്ങനെ പരീക്ഷയിൽ ജയിക്കുന്നതിന് വേണ്ടിയാണ് അന്തിമ പരീക്ഷണം നമുക്കുണ്ടാകാൻ പോകുന്നത്. അതാണ് സഭയുടെ അന്തിമ പരീക്ഷ. CCC 675 പറയുകയാണ്, ക്രിസ്തുവിൻ്റെ 2ാം വരവിന് മുൻപ് സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് ആകസ്മികമായി ഉണ്ടാകുന്നതല്ല, അത് മുൻകൂട്ടി പദ്ധതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്ന്, അത് പല വിശ്വാസികളുടെയും വിശ്വാസത്തെ പിടിച്ച് കുലുക്കും. ഭൂമിയിലുള്ള അവരുടെ തീർത്ഥാടനത്തോട് ഒത്തുപോകുന്ന പീഡനം തിന്മയുടെ രഹസ്യത്തെ വെളിവാക്കും. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു പരിഹാരമാർഗം മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന മതപരമായ ഒരു വഞ്ചനയുടെ രൂപത്തിലായിരിക്കും അത്. സത്യത്തെ പരിത്യജിക്കുക എന്ന വില അവർ അതിന് കൊടുക്കേണ്ടി വരും. മതപരമായ പരമവഞ്ചന അന്തിക്രിസ്തുവിൻ്റെതായിരിക്കും. അതാണ് അന്തിക്രിസ്തുവിൻ്റെ വരവ് എന്ന് പറയുന്നത്. മനുഷ്യൻ ദൈവത്തിൻ്റെയും മാംസം ധരിച്ചു വന്ന അവിടുത്തെ മിശിഹായുടെയും സ്ഥാനത്ത് തന്നെ മഹത്വപ്പെടുത്തുന്ന മിഥ്യയായ മിശിഹാവാദമാണ് അത്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് സുവിശേഷത്തിൽ പല ഭാഗത്തായിട്ട്. ഇപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ വേദനകളുടെ ആരംഭം, യുഗാന്ത്യത്തിൻ്റെ അടയാളം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു തരണം എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഇത് 24 മത്തായി. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും, എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. കണ്ടോ, അതൊരു കർത്താവ് ഒരു വശത്ത് ആ ഭയാനകത പറയുന്നു, അതേ സമയത്ത് നമ്മൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ അസ്വസ്ഥരാകരുത്. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ വധിക്കും. കണ്ടോ, ഇതിൽ കൂടുതൽ എന്താ ഉണ്ടാവുക? പക്ഷേ നമുക്കറിയാം, ആദിമസഭയിൽ മുതൽ രക്തസാക്ഷികൾ, വിശുദ്ധ ലോറൻസിനെ തീയിൽ പൊരിച്ചു. എന്നിട്ട് അയാൾ വിഷമിച്ചോ? അയാൾ ഒരു വശം പൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ അല്പം പുഞ്ചിരിയോടെ പറഞ്ഞു, ഒരു വശം പൊരിഞ്ഞു, ഇനി മറുവശം പൊരിക്കണേന്ന്. ഇതാണ് പരീക്ഷയിൽ വിജയിക്കുന്നവൻ. വിശുദ്ധ ആഗ്നസിനെ തീയിൽ ഇട്ട് പൊരിച്ചപ്പോൾ തീ പറന്നുപോയി. മറ്റനേകം പേരെ തിളയ്ക്കുന്ന എണ്ണയിൽ വറുത്തു. ബർത്തലോമയോസിനെ, നഥാനിയേൽ പറയുന്ന ബർത്തലോമയോസിൻ്റെ തൊലി ഉലിഞ്ഞു മാറ്റിയിട്ട് തിളയ്ക്കുന്ന എണ്ണയിൽ മുക്കിയപ്പോൾ അവരെ
സന്തോഷിക്കുകയല്ലേ ചെയ്തത്. അതാണ് പരീക്ഷണത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത്. അത് വിജയിച്ചതിൻ്റെ കാരണം അവരെ സംബന്ധിച്ച് ഈ ശരീരം ഒന്നുമല്ല. ഈശോ പറഞ്ഞു, ശരീരത്തെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ആത്മാവാണ് ജീവൻ പകരുന്നത്. ആ ആത്മാവിൽ യേശുവിൻ്റെ കൃപ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവില്ല. യേശുവിൻ്റെ പുനരുത്ഥാനം, യേശുവിൻ്റെ രണ്ടാം വരവ് മുൻകൂട്ടി നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും പരീക്ഷണത്തിൽ ഉണ്ടാകുന്ന മറുവശം. അവർ നിങ്ങളെ വധിക്കും, എൻ്റെ നാമത്തെ പ്രതി സർവ്വജനങ്ങളും നിങ്ങളെ ദോഷിക്കും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദോഷിക്കുകയും ചെയ്യും. നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും. അതിനുശേഷം അന്ത്യമാഗതമാക്കും. ഇതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ലൂക്കാ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ പറയുന്നു, ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടു ചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകാനുള്ള അവസരമായിരിക്കും. പ്രൈസ് ദ ലോർഡ്. അതാണ് ഇത്രയും ഭയാനകമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവ് ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കാനാണ് പറയുന്നത്. നമുക്കറിയാം, പൗലോസ് എന്തോരം പീഡനത്തിലൂടെ കടന്നുപോയി. പൗലോസ് പറയാറുണ്ട്, എനിക്ക് ഓരോ പട്ടണത്തിലും എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ പറയാറുണ്ട്, നമ്മളെല്ലാവരും പ്രസംഗിക്കുമ്പോൾ കയ്യടി കിട്ടാൻ വേണ്ടിയാണെങ്കിൽ പൗലോസ് പ്രസംഗിക്കുമ്പോഴെല്ലാം കല്ലേറാണ് കിട്ടിയിരിക്കുന്നത്. ഈ അവസ്ഥ ഒരുപക്ഷെ നമുക്കും ഉണ്ടാകാം. നമ്മൾ യഥാർത്ഥ സുവിശേഷം പ്രഘോഷിക്കുകയാണെങ്കിൽ നമുക്ക് കല്ലേറ് കിട്ടണം എങ്കിൽ അത് യഥാർത്ഥ സുവിശേഷമാണ്. ക്ഷമിക്കണം. അപ്പം ഇതെല്ലാം സംഭവിക്കാം. എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. പ്രൈസ് ദ ലോർഡ്. ലൂക്കാ 21:15 ഇത് ബൈ ഹാർട്ട് ആകേണ്ട ഒരു കാര്യമാണ്. എന്താണ് അവിടെ? നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാൻ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. കണ്ടോ? അപ്പോൾ നമ്മൾ ഇത്രയും വലിയ പരീക്ഷണത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവ് നമ്മൾക്ക് എന്ത് സംസാരിക്കണം ഉള്ളതിൻ്റെ ജ്ഞാനവും ശക്തിയും തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പരീക്ഷണത്തിൽ വിജയിക്കുന്ന വിജയപതാക നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നീങ്ങാൻ. എന്നാൽ അതേ സമയത്ത് മറുവശം എന്താ പറയുന്നത്? മാതാപിതാക്കന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം നിങ്ങൾ എല്ലാവരും ദോഷിക്കും. മത്തായിയിൽ പറഞ്ഞേക്കണത് തന്നെ. എന്നിട്ട് ഇവിടെ പറയുകയാണ്, എങ്കിലും നിങ്ങളുടെ തലമുടിയിഴ പോലും നശിച്ചു പോകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. ഇതാണ് പരീക്ഷ പാസ്സാവെന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷ തന്നിരിക്കുന്നത് പാസ്സാകാൻ വേണ്ടിയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ കൂടെ യേശു നിന്നുകൊണ്ട് പറയുകയാണ്, നിനക്ക് എന്ത് പറയണമെന്നുള്ളത് ഞാനപ്പോൾ പറഞ്ഞുതരാം. നിന്നെ ഞാനാണ് പാസ്സാക്കാൻ പോകുന്നത്. എൻ്റെ ശക്തി നിന്നെ പാസ്സാക്കും. പക്ഷേ ഈ പരീക്ഷ ഉണ്ടാകണം സ്നേഹമുള്ളവരെ. അതുകൊണ്ട് ഈ പരീക്ഷണങ്ങൾ അന്തിക്രിസ്തു വരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആരാണ് ശക്തൻ? അന്തിക്രിസ്തുവോ മിശിഹായോ? അപ്പോൾ നമ്മൾ യേശുവിൽ വിശ്വസിക്കുകയും യേശുവിൻ്റെ ആത്മാവിൽ നിറഞ്ഞവർക്ക് യേശു ജ്ഞാനവും ശക്തിയും നൽകി അന്തിക്രിസ്തുവിൻ്റെ പരീക്ഷണങ്ങളിലൂടെയുള്ള അവസ്ഥയിൽ നിന്നും നമ്മളെ പാസ്സായി കഴിയണം. പക്ഷെ ആ പരീക്ഷണം വളരെ കഠിനമായ ഒന്നായിരിക്കുമെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട്. ഇനി ഉണ്ടാകാൻ പോകുന്ന മറ്റൊന്ന് മനുഷ്യപുത്രൻ്റെ ആഗമനം. 24-29.
അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് പതിക്കും, ആകാശത്തിൽ നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടി വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാഹളധ്വനിയോടുകൂടി തൻ്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരുമിച്ച് കൂട്ടും. സ്നേഹമുള്ളവരെ, ഇതാണ് വിസ്മയനീയത എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ, വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം, വിശുദ്ധ ഹിലാരിയോസ്, വിശുദ്ധ ക്ലെമൻ്റ്, ഇവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഒരുപോലെയാണ്. അവർ പറഞ്ഞിരിക്കുന്നതാണ്, യേശു തൻ്റെ കുരിശടയാളത്താൽ, യേശുവിൻ്റെ കുരിശടയാളം ഉയർന്നുകൊണ്ട് യേശു വാനമേഘങ്ങളിൽ എഴുന്നള്ളുമ്പോൾ യേശു സൂര്യനേക്കാൾ വലിയ ഒരു പ്രകാശമായിരിക്കും. സൂര്യനേക്കാൾ ശോഭയുണ്ടാകും കഴിയുമ്പോൾ പിന്നെ സൂര്യൻ പ്രസക്തമാണോ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ടൗണിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. രാത്രി സ്ട്രീറ്റ് ലൈറ്റുകൾ നല്ല പ്രകാശം. പക്ഷേ പകലായി കഴിഞ്ഞപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിലും സ്ട്രീറ്റ് ലൈറ്റിനെ ആരും മനസ്സിലാക്കുന്നു പോലുമില്ല. എന്ന പോലെ യുഗാന്ത്യത്തിൽ യേശുവിൻ്റെ വരവിൽ യേശു സൂര്യനേക്കാൾ പ്രകാശിച്ച് നിൽക്കുമ്പോൾ ഈ അന്നുവരെ പ്രകാശിച്ചിരുന്ന സൂര്യൻ ഇരുണ്ടുപോയ പോലെ തോന്നും നമുക്ക്. അതിൻ്റെ ഒരു മുൻ ആസ്വാദനമായിട്ടാണ് താബോർ മലയിലെ രൂപാന്തരീകരണത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. കാറ്റഗിസം 554 പറയുകയാണ്, ഈ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ രൂപാന്തരീകരണം എന്ന രഹസ്യാത്മക സംഭവം ഉയർന്ന ഒരു മലയിൽ നടക്കുന്നത്. അവിടെ നിന്ന് തിരഞ്ഞെടുത്ത പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 സാക്ഷികളുടെ മുൻപിലാണ് ഇത് സംഭവിച്ചത്. സാക്ഷികളുണ്ടതിന്. യേശുവിൻ്റെ മുഖവും വസ്ത്രങ്ങളും കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തിൽ മുങ്ങി. മോശയും ഏലിയായും ആ സമയം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവിടുത്തെ കടന്നുപോകലിനെ കുറിച്ച് സംസാരിച്ചു. ഒരു മേഘം അവിടുത്തെ മറയ്ക്കുകയും സ്വർഗീയമായ ഒരു സ്വരം മുഴങ്ങുകയും ചെയ്ത്, ഈവൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പുത്രൻ എന്ന് അവർ ശ്രമിച്ചു. സ്നേഹമുള്ളവരെയും, അപ്പോൾ ഈ 2ാം വരവിലുണ്ടാകുന്ന ഏറ്റവും വലിയ വിസ്മയനീയതയിൽ ഒന്ന്, യേശുവിൻ്റെ എല്ലാ ശോഭകളും വിരിഞ്ഞ് രാജകീയമായ ആ ഒരു പ്രകാശമായിട്ട് അവിടെ വരുമ്പോൾ മറ്റുള്ള സൂര്യനും ചന്ദ്രനും താരതമ്യേന രൂപാന്തരപ്പെട്ട് ഇരുണ്ടുപോയതായിട്ട് തോന്നും. ഈ പ്രകാശം ഉദിച്ചു നിൽക്കുമ്പോൾ നക്ഷത്രങ്ങൾ ആവശ്യമില്ല, കാണുക പോലുമില്ല. അങ്ങനെയുള്ള ഒരു വിസ്മയനീയമായ സംഭവമായിരിക്കും നടക്കാൻ പോകുന്നത്. അത് നടക്കും എന്ന് വിശ്വസിക്കാൻ മറ്റൊരു ഉപോത്ഫലകമായ ഒന്ന്, യേശു മരിച്ച സമയത്ത് സൂര്യൻ ഇരുണ്ടു, ചന്ദ്രൻ ഇരുണ്ടു. കണ്ടോ, എങ്ങും അന്ധകാരമുണ്ടായി. അതിതിൻ്റെ വേറൊരു വശമാണ്. എങ്ങും അന്ധകാരം, ദൃശ്യമായിട്ട് അന്ധകാരമായിരുന്നുവെങ്കിലും വാസ്തവത്തിൽ രക്ഷയുടെ കരുണയുടെ പ്രകാശമായിട്ടുള്ള കൃപ അവിടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ നിമിഷമായിരുന്നു അത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മിസ്റ്റിക്കലായിട്ടുള്ള വിസ്മയനീയമായ കാര്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ടാകുമ്പോൾ ഇത് എളുപ്പം മനസ്സിലാകും. അപ്പോൾ ഈ അടയാളങ്ങളെല്ലാം സൂര്യൻ ഇരുണ്ടു എന്ന് പറയുന്നതും ചന്ദ്രൻ ഇരുണ്ടു എന്ന് പറയുന്നതും നക്ഷത്രങ്ങൾ നിപതിക്കുമെന്ന് പറയുന്നതിനെയും സഭാപിതാക്കന്മാർ വർണ്ണിച്ചിരിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. യേശു വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ യേശുവിൻ്റെ പ്രകാശം ഈ സൂര്യനേക്കാൾ വലിയ പ്രകാശമായിരിക്കുമ്പോൾ
സൂര്യനും ചന്ദ്രൻ്റെയും പ്രകാശം അവിടെ പ്രസക്തമല്ലാത്ത രീതിയിലാകുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ആ ദിവസത്തിനു വേണ്ടി ഞങ്ങൾ വലിയ ആഗ്രഹത്തോടെ, സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആ രണ്ടാം വരവ് ത്വരിതപ്പെടുത്തുന്നതിന് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇതാണ്: രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടണം. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരെയും ഈ സത്യത്തിൽ അതിൻ്റെ ആഴത്തിലേക്കും അത് ഗ്രഹിക്കുന്നതിനുള്ള ജ്ഞാനത്തിലേക്കും ഞങ്ങളെ വളർത്തണമേ. പരിശുദ്ധാത്മാവേ, സഹായിക്കണമേ. ആമേൻ.